സാർ IPS ആണല്ലേ? IPS അല്ല, CP+. അഗ്നിരക്ഷാ സേന മട്ടാഞ്ചേരി സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ അഗ്നി സുരക്ഷാ ദിനം ആചരിച്ചു. അഗ്നിരക്ഷാസേന മട്ടാഞ്ചേരി സ്റ്റേഷന്റെ നേതൃത്വത്തിൽ അഗ്നി സുരക്ഷാ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി തോപ്പുംപടി കേന്ദ്രീകരിച്ച് അഗ്നി സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കൂ, പ്രകൃതിയെ വിഷപ്പുകയിൽ നിന്നും രക്ഷിക്കൂ എന്ന തലക്കെട്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാഹന ഡ്രൈവർമാർ, കടകളിലെ ജീവനക്കാർ എന്നിവർക്ക് ലഘുലേഖ വിതരണം ചെയ്തു. ബോധവൽക്കരണ സന്ദേശം നടത്തി. മട്ടാഞ്ചേരി സ്റ്റേഷൻ ഓഫീസർ U. ഇസ്മയിൽ ഖാൻ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ CP ബൈജു, സീനിയർ ഫയർ ഓഫീസർ M. ഷംനാർ, S. ഷിഫാസ്, ഗ്രിന്നർ ജോസഫ്, Y. നിഷാദ്, J. നൈഫൽ, MR. റഫീഖ് എന്നിവർ നേതൃത്വം നൽകി. 1944 മുംബൈയിലെ വിക്ടോറിയ ഡോക്കിൽ SS-416 എന്നൊരു ചരക്കപ്പൽ നിന്ന് കത്തുകയായിരുന്നു. അതിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന ഏകദേശം 71 അഗ്നിരക്ഷാ ഭടന്മാരും ഏകദേശം 700 ആൾക്കാരും മരിച്ച ഒരു ദുരന്തമാണ് സംഭവിച്ചത്. അന്നു മുതൽ നമ്മുടെ രാഷ്ട്രം ഏപ്രിൽ 14 ഈ ദുരന്ത ദിനമായിട്ട് ആചരിക്കുന്നു. അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഏപ്രിൽ 14 ഫയർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മുഖ്യ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ദുരന്ത സാഹചര്യങ്ങളെ നമ്മുടേതായ അറിവ് കൊണ്ട് കരുതലോടെ മുൻകൂട്ടി അറിഞ്ഞ് തിരിച്ച് ഇത്തരം കാര്യങ്ങൾ ദുരന്തങ്ങളൊക്കെ സമൂഹത്തിൽ നിന്നും എന്നേക്കുമായി നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇന്നത്തെ ദിവസം. ഇന്ത്യ മുഴുവൻ ഏപ്രിൽ 14 അഗ്നിരക്ഷാ ദിനമായും തുടർന്നുള്ള ഒരാഴ്ച അഗ്നിരക്ഷ വാരമായും ആചരിക്കുകയാണ്. നേരത്തെ സാറ് പറഞ്ഞ പോലെ ദുരന്തങ്ങളെ ലഘൂകരിക്കുന്നതിനും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യമായ പ്രിക്കോഷൻസ് എടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ദിനാചരണത്തിൻ്റെയും വാരാചരണത്തിൻ്റെയും ഉദ്ദേശം. അത് എത്രയും ഫലപ്രദമായി നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളത് ആ ഒരു കാര്യത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരും എല്ലാം പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ആചരണം നടക്കുന്നത്. ഇന്ന് എന്തൊക്കെയുണ്ട് പരിപാടി സാർ? ഇനി ആചരണമാണ്, ശരിക്കും വാരാചരണമാണ്. അപ്പോൾ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ്സുകളും മോക്ക് ഡ്രില്ലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.